ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് ജ്യോതിഷത്തിൽ വിശ്വാസവും താല്പര്യമുള്ള എവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂലൈ മാസത്തിൽ തുലാക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ സാധ്യതയുള്ള ചാരഫലം എപ്രകാരമാണെന്ന് പരിശോധിക്കാം. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. 16-ാം തീയതി വരെ സൂര്യൻ മിഥുന രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ 7-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം വക്രം പ്രാപിച്ച് മിഥുന രാശിയിലും സ്ഥിതി ചെയ്യും. വ്യാഴം കർക്കിടകം രാശിയിൽ ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 4-ാം തീയതി വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. ഈ കൂറുകാരെ സംബന്ധിച്ച് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ചാരഫലമായി അനുഭവപ്പെടുക. സൂര്യൻ ഇവർക്ക് ആദ്യ പകുതിയിൽ സ്ഥിതി ചെയ്യുന്നത് 9-ാം ഭാവത്തിലാണ്. 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചാരഫലം അത്ര അനുകൂലമല്ല. പല രീതിയിലുള്ള ആപത്തുകളോ അല്ലെങ്കിൽ രോഗദുരിതങ്ങളോ ദയനീയമായ സംഭവങ്ങളോ ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ മനസ്സുഖം കുറയുന്ന അനുഭവങ്ങളായിരിക്കും സൂര്യന്റെ 9-ാം ഭാവസ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെടുക. എന്നാൽ 16-ാം തീയതിക്ക് ശേഷം 10-ാം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യൻ ഇവരെ സംബന്ധിച്ച് വലിയ ഗുണഫലങ്ങൾ ചെയ്യും. അതുവരെ അനുഭവിച്ചു വന്നിരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ സൂര്യന്റെ 10-ാം ഭാവത്തിലെ സ്ഥിതി ഈ കൂറുകാരെ സഹായിക്കും. എല്ലാ രംഗത്തും വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കുവാൻ ഇവരെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കും. ജീവിതത്തിൽ ഉടനീളം എല്ലാ രംഗത്തും വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചൊവ്വ ഈ കൂറുകാരെ സംബന്ധിച്ച് 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8-ാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ചും ശരീരത്തിൽ ഒടിവും ചതവും ഒക്കെ ഉണ്ടായി രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പല വിധത്തിലുള്ള രോഗങ്ങളൊക്കെ ആരംഭിക്കുവാനും സാധ്യത കാണുന്നു. ചുമട്ട് തൊഴിലാളികൾ, അതുപോലെ മരം മുറിക്കുന്നവര്, അങ്ങനെയുള്ള ആയാസകരമായ ജോലി ചെയ്യുന്ന ആളുകൾ ശരീരത്ത് മുറിവും ചതവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവും ചതവും ഉണ്ടായി രക്തസ്രാവം ഉണ്ടായാൽ അത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും. മാനസികമായി വലിയ ദുഃഖമാണ് 8-ാം ഭാവത്തിലെ ചൊവ്വ ഇവർക്ക് നൽകുന്നത്. അതുപോലെ മനപ്രയാസങ്ങളും മാനഭംഗങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവപ്പെട്ടേക്കാം. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ച് ഈ ദോഷദുരിതങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. 7-ാം തീയതി വരെ ഈ കൂറിൽപ്പെട്ടവർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം വളരെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് തീരെ ഇല്ലാതെയാവും. അതുപോലെ സാമ്പത്തികമായി വലിയ നേട്ടം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കൂറുകാർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ശത്രുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് ഇല്ലാതാകുന്നതിനൊപ്പം ശത്രുക്കളായി പ്രവർത്തിച്ചവരെ കൊണ്ട് ധാരാളം സഹായങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരുമായോ പുരുഷന്മാർക്ക് സ്ത്രീകളുമായോ ഒക്കെ അടുക്കുവാനും സംഗമിക്കുവാനും രമിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ധാരാളം വന്നു ചേരും. ജൂലൈ മാസം 7-ാം തീയതി രാവിലെ 10:46 ബുധൻ വക്രം പ്രാപിച്ച് മിഥുനൻ രാശിയിൽ പ്രവേശിക്കും. മിഥുനം രാശി ഈ കൂറുകാരെ സംബന്ധിച്ച് 9-ാം ഭാവമാണ്. 9-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അനുകൂലമല്ല. പ്രത്യേകിച്ചും ഇവർക്ക് രോഗദുരിതങ്ങളാണ് 9-ാം ഭാവത്തിലെ ബുധന്റെ ചാരഫലമായി അനുഭവപ്പെടേണ്ടത്. എന്നാൽ 6-ാം ഭാവത്തിലെ ശനി വിപരീത വേദം ചെയ്യുന്നതിനാൽ 9-ാം ഭാവത്തിലെ ബുധനെ കൊണ്ട് അനുഭവിക്കേണ്ടിയിരുന്ന ദോഷഫലങ്ങൾ ഒന്നും അനുഭവപ്പെടുന്നതല്ല. ഈ കൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം അനുകൂലമല്ല.
സ്ഥാനഭ്രംശവും ധനനഷ്ടവുമാണ് 10ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം. എന്നാൽ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ വ്യാഴത്തെ വിപരീത ഭേദം ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങൾ അനുഭവപ്പെടുന്നതല്ല. മറിച്ച് ഉച്ചസ്ഥനായ വ്യാഴം ധാരാളം ഗുണഫലങ്ങൾ ഈ കുറുകാർക്ക് ചെയ്യും. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് കൂടുതൽ പുഷ്ടി അനുഭവപ്പെടും. പുതിയ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവിധ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും. ജൂലൈ മാസം 4-ാം തീയതി വൈകിട്ട് 7:14 വരെ ശുക്രൻ ഈ കൂറുകാർക്ക് സ്ഥിതി ചെയ്യുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ അനുകൂല ഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകുന്നതല്ല. നേരെ മറിച്ച് സ്ത്രീകൾ മൂലമുള്ള കലഹം, അതുപോലെ അപമാനം ഇതൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനഹാനിയും സാമ്പത്തിക നഷ്ടവും ഒക്കെ സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ 4-ാം തീയതിക്ക് ശേഷം 11ാം ഭാവത്തിലേക്ക് മാറുന്ന ശുക്രൻ ഇവർക്ക് ധാരാളം ഗുണഫലങ്ങൾ ചെയ്യുകയും ചെയ്യും. ബന്ധുലാഭവും മൃഷ്ടാന്ന ഭോജനവും 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രന്റെ ചാരഫലമാണ്. ധാരാളം ബന്ധുക്കൾ പുതുതായി ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. പുതിയ സുഹൃത്ത് ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാകുവാനും അതിലൂടെ നല്ല നല്ല ബന്ധുക്കളെ ലഭിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷണ സുഖവും ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. തങ്ങൾക്ക് കൂടുതൽ പ്രിയപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ധാരാളമായി അനുഭവിക്കാനുള്ള അവസരം വന്നു ചേരും. സാമ്പത്തികമായ നേട്ടവും 11ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകും. സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ കളത്ര സുഖപ്രാപ്തി കൂടുതലായി ഇവർക്ക് അനുഭവത്തിൽ വരുത്തും. വളരെ കാലമായി വിവാഹം ആലോചിക്കുന്ന യുവതീ യുവാക്കൾക്ക് വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ എത്തിച്ചേരുവാൻ കഴിയും. അതുപോലെ വിവാഹം വളരെ വേഗത്തിൽ നടത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമോ മറ്റോ അകന്ന് താമസിക്കേണ്ടി വരുന്ന ദമ്പതിമാർക്ക് അടുത്ത് താമസിക്കുവാനും ദാമ്പത്യ സുഖം കൂടുതലായി അനുഭവിക്കാനും അവസരം ഉണ്ടാകും. മനപ്രയാസങ്ങളെല്ലാം വിട്ടുമാറി വർദ്ധിച്ച മനസന്തോഷം ഇവർക്ക് അനുഭവപ്പെടും. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് ജൂലൈ മാസത്തിൽ അവസരം ലഭിക്കും. ആഡംബര വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ധാരാളമായി വാങ്ങിക്കുവാനും അനുഭവിക്കാനുമുള്ള അവസരവും ഈ കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ ലഭിക്കുന്നതാണ്. ഈ കൂറുകാരെ സംബന്ധിച്ച് ശനി സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടസ്ഥാനത്താണ്. 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി കൂടുതൽ ഗുണഫലങ്ങളാണ് ഇവർക്ക് ചെയ്യുക. രോഗങ്ങൾ, ശത്രുക്കൾ ഇതിൽ നിന്നൊക്കെ ഈ കൂറുകാർക്ക് പെട്ടെന്നൊരു മോചനം ഉണ്ടാകും. സർവ കാര്യത്തിലും വിജയം അനുഭവപ്പെടും. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യവും വളരെ നിഷ്പ്രയാസം പൂർത്തീകരിക്കുവാനും അവിടെയൊക്കെ വിജയിക്കുവാനും ഈ കൂറുകാർക്ക് കഴിയുന്നതാണ്. 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അത്ര അനുകൂലമല്ല. ബുദ്ധിപരമായ ചില അബദ്ധങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ പ്രത്യേകം ജാഗ്രത കാണിക്കണം. അതുപോലെ സന്താനങ്ങളുമായി അകന്നു കഴിയുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. 11ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ധാരാളം ഗുണഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. പല വിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. ജനപദങ്ങളുടെ നേതൃപദവി ഏറ്റെടുക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. വലിയ പ്രതാപത്തോടെയും ആജ്ഞാശക്തിയോടെയും സമൂഹത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. മഹാദേവനെ പ്രാർത്ഥിച്ച് ധാര കഴിക്കുന്നവർക്ക് ഈ ജൂലൈ മാസത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള എല്ലാവിധ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതുപോലെ ദുർഗാദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ജീവിത ഉയർച്ച അനുഭവപ്പെടുവാൻ സഹായിക്കും. ഈ കൂറിൽപ്പെട്ട എല്ലാവർക്കും ജൂലൈ മാസത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ അനുഭവത്തിൽ വരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.